നമ്മുടെ കേരളത്തിന് അറിയപ്പെടുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന നിലയിലാണ്, ഗോഡ്സ് ഓൺ കൺട്രി. പക്ഷെ ഇപ്പോൾ അറിയപ്പെടുന്നതോ കൈക്കൂലി വാങ്ങുന്നവരുടെ നാട്, അഴിമതിയുടെ നാട്, മയക്കുമരുന്നിന്റെ നാട്, അങ്ങനെ തുടങ്ങി പല പല പേരുകളാണ് പുറത്ത് നമ്മൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും അവസാനം നടന്ന സംഭവത്തിലേക്ക് വരാം. നേരെ കൊച്ചിൻ കോർപ്പറേഷൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു കോർപ്പറേഷനാണ് കൊച്ചിൻ കോർപ്പറേഷൻ. ആ ഒരു കോർപ്പറേഷനിലേക്ക് പോവാം. അവിടുത്തെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്നയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസും വിജിലൻസും കൂടെ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. ആ ഒരു കേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ കൈക്കൂലി വാങ്ങിച്ചതിന്, ഒരു ബിൽഡിങ്ങിന് പെർമിറ്റ് കൊടുക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങിച്ചതിനാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായപ്പോഴത്തേക്ക് മേഡം പറഞ്ഞു, സാർ, ഞാൻ ഏറ്റവും കുറവാണ് കൈക്കൂലി വാങ്ങുന്നത്, എനിക്ക് മാസം 3-3.5 ലക്ഷം രൂപ വരെയൊക്കെ കൈക്കൂലി കിട്ടാറുള്ളൂ, എന്നെക്കാട്ടിയും കൂടുതൽ കൈക്കൂലി വാങ്ങുന്നവർ കൊച്ചിൻ കോർപ്പറേഷനിലുണ്ട്. അതൊരു തുറന്ന കുറ്റസമ്മതമല്ലേ? കുറ്റസമ്മതം എന്ന് പറഞ്ഞാൽ കൊച്ചിൻ കോർപ്പറേഷനിൽ എന്തിനു പോയാലും നിങ്ങൾ കൈക്കൂലി കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു തുറന്ന പറച്ചിലല്ലേ അത്? ഇനിയിപ്പോൾ എന്താ അപേക്ഷയായിട്ട് കൊച്ചിൻ കോർപ്പറേഷനിൽ പോയാലും ഒരു 500 രൂപ മടക്കിയെടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പോവാൻ എന്നുള്ള ഒരു കുറ്റസമ്മതമാണ് നമ്മൾ ഇവിടെ കേട്ടത്. ജനങ്ങൾ ജനങ്ങളെ തന്നെ അധികാരത്തിലേറ്റിയ നാട് പറയുമ്പോൾ വലിയ ജനാധിപത്യ രാജ്യമാണ്. നമ്മളാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നതെന്ന് നമ്മൾ അങ്ങ് ഗീർവാണം അടിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ്, മാസം 3-3.5 ലക്ഷം രൂപ വരെയൊക്കെ കൈക്കൂലി വാങ്ങുന്ന ഒരാൾ തിരിച്ചു വീണ്ടും സർവീസിലെത്തിയ എത്ര രൂപയായിരിക്കും കൈക്കൂലി വാങ്ങുന്നത്? എത്ര രൂപയായിരിക്കും കൈക്കൂലി വാങ്ങുന്നത്? ഒരു 3 ലക്ഷം രൂപ വെച്ച് കണക്കൂട്ടിയാൽ തന്നെ ഒരു വർഷമാകുമ്പോൾ 40 ലക്ഷം രൂപ. കുറച്ചും കൂടെ ഉയർന്ന പോസ്റ്റിലോട്ട് എത്താൻ നേരത്ത് സിനിമാ നടന്മാർ ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ അവരെ ചാർജ് കൂടുന്നതനുസരിച്ച് കുറച്ചും കൂടെ ഉയർന്ന പോസ്റ്റിലോട്ട് ഇവർ പ്രൊമോഷനായി പോകാൻ നേരത്ത്, എനിക്ക് 3-3 ലക്ഷം രൂപ കൊണ്ടൊന്നും ഒന്നും ആവുന്നില്ല, മിനിമം ചുരുങ്ങിയത് ഒരു 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപ ഒരു മാസം കിട്ടിയാലേ കാര്യങ്ങൾ നടന്നു പോകുന്നുള്ളൂ, മോന്റെ വിദ്യാഭ്യാസ ഫീസ്, അങ്ങനെ ചെലവുകൾ ഇഷ്ടം പോലെയുണ്ട്, മോളെ പിന്നെ UK അയക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കൈക്കൂലി വാങ്ങാൻ തുടങ്ങും. എന്നിട്ട് പറയും, ഞങ്ങൾ അഴിമതിക്കെതിരാണ്, ഞങ്ങൾ അഴിമതി നടത്താറില്ല. ഓരോ സർക്കാർ ഓഫീസിലും നമ്മൾ കയറി ചെല്ലാൻ നേരത്ത് അവിടെ കാണുന്ന ഒരു ബോർഡുണ്ട്, കൈക്കൂലി കൊടുക്കാനോ വാങ്ങാനോ പാടില്ല, ശിക്ഷാർഹമാണ്, അഴിമതി ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കുക, കൈക്കൂലി നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചറിയിക്കുക. എന്നിട്ട് കുറച്ച് നമ്പറുകൾ. ആരെങ്കിലും വിളിച്ചറിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഒരാളെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചെല്ലാൻ നേരത്ത് നമ്മൾ എപ്പോഴും കാര്യം പെട്ടെന്ന് സാധിക്കാൻ വേണ്ടി മിക്കവരും ഫയലിനോട് ഒരു 500 രൂപ മുടക്കി ട്യൂൺ ചെയ്യലോ ആരെല്ലോ കൊടുക്കും. ചെയ്യരുത്. നമ്മുടെ അവകാശമാണ് നമ്മൾ ചോദിച്ചു വാങ്ങുന്നത്, അല്ലാതെ നമുക്ക് കിട്ടേണ്ട ഔദാര്യമല്ല. നമ്മുടെ നാട്ടിലും ഉണ്ട്, എല്ലാ നാട്ടിലും ഇതുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ച് കൂടുതലാണ്. കാരണം ചെലവൊക്കെ കൂടിയിട്ടില്ലേ, സാധനങ്ങളുടെയൊക്കെ വിലയൊക്കെ കൂടി, സർക്കാർ ശമ്പളം കൂട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതല്ല ഇവർക്ക് വേണ്ടത്, ഇവർക്ക് താല്പര്യം കിമ്പളമാണ്. പിന്നെ നമുക്ക് അതിനകത്ത് അനുബന്ധിച്ച് കിടക്കുന്ന ഒരു കാര്യത്തിലോട്ട് പോവാം. ഇപ്പം തന്നെ വിവാഹ കമ്പോളത്തിൽ ചെന്നാൽ സർക്കാർ ജോലി, പണ്ട് ഗൾഫുകാരായിരുന്നു, ഇപ്പോൾ മോന് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ഞാൻ മോളെ കെട്ടിച്ചു തരാം, അല്ലെങ്കിൽ കെട്ടിച്ചു തരത്തില്ല. ഇങ്ങനെ കിമ്പളമൊക്കെ വാങ്ങിച്ച് കുറെ ഉണ്ടാക്കും എന്നറിയുന്നോണ്ടാണോ താങ്കൾ മക്കളെ സർക്കാർ ജോലിക്കാരൻ എന്നെ കെട്ടിച്ചയക്കുന്നത്? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുവാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും കാണണം.